മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ഫിലിപ്പിയർ 4:19, ലെറ്റർ ടു ഫിലിപ്പിയർ ചാപ്റ്റർ 4 വേഴ്സ് 19, എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് ഈശോ മിശിഹ വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആത്മീയ ജീവിത പരിപോഷണത്തിന് വേണ്ടവ ദൈവം തരുമെന്ന് നമുക്ക് പ്രയാസം കൂടാതെ വിശ്വസിക്കാം. അതുമാത്രമല്ല, ശാരീരികവും ബാഹ്യവുമായ ആവശ്യങ്ങളും താൻ നിറവേറ്റും. നമ്മുടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും പണവും ആവശ്യാനുസരണം തരുവാൻ കർത്താവ് മനസ്സും കഴിവുമുള്ളവനാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു കൊടുക്കുവാനും പക്ഷവാതരോഗിക്ക് ശരീര സൗഖ്യം കൊടുക്കുവാനും വിശന്നിരുന്ന ജനത്തിന് അപ്പം കൊടുക്കുവാനും ഈശോ ഇഷ്ടപ്പെട്ടു. മീൻ പിടിക്കാൻ പോയ പത്രോസ് ഒന്നും ലഭിക്കാതെ മടങ്ങി വന്നപ്പോൾ വല നിറയെ മീൻ പിടിക്കുവാനും സഹായിച്ചു. കടൽക്കരയിൽ ശിഷ്യന്മാർക്ക് അപ്പവും മീനും ഒരുക്കി ഈശോ കാത്തിരുന്നു. കരം കൊടുക്കുവാൻ പണമില്ലാതിരുന്നപ്പോൾ പത്രോസ് പിടിച്ച മീനിന്റെ വായിൽ നിന്ന് പണം കൊടുത്തതും ഈശോയായിരുന്നു. പണത്തിന്റെ ആവശ്യങ്ങൾക്കായും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ആവശ്യങ്ങൾ കൊണ്ട് ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആഡംബരങ്ങൾക്ക് വേണ്ടിയല്ല. ദൈവനാമ മഹത്വത്തിന് ഉതകുന്ന വിധത്തിൽ തരുവാനാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ദൈവം തരുന്ന ധനത്തെ ദൈവനാമ മഹത്വത്തിനല്ലാതെ ചെലവാക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. ശരിയായ രീതിയിൽ ചോദിച്ചാൽ ആവശ്യങ്ങൾ മനസ്സിലാക്കി ദൈവം നമുക്ക് കൃപ നൽകും. നമ്മുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ പോലും അറിഞ്ഞ് സാധിപ്പിച്ചു തരുന്ന ദൈവം ജീവിക്കുന്നു. ഏറ്റവും വലിയ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുവാനും ഈശോ ഇഷ്ടപ്പെടുന്നു. ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള ചുമതല ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ സന്തോഷമാണ്. ചോദിക്കുവാനുള്ള ചുമതല നമ്മുടേതുമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.